അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലമിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. സത്യനിഷേധികളും മുശ്രിക്കുകളുമായിരുന്ന മക്ക നിവാസികൾ പ്രവാചകരോട് ഉന്നയിച്ചിരുന്ന രൂക്ഷ വിമർശനങ്ങൾക്കുള്ള മറുപടിയും അവരുടെ വാഗ്വാദങ്ങളുടെ നിരർത്ഥകതയും ഒക്കെ ബോധ്യപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ ഉള്ളത്. അതിനെ സംബന്ധിച്ചാണ് വീണ്ടും 5-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോടായിക്കൊണ്ട് പറയുന്നത്. 5-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫസതുബ്സിറു വയുബ്സിറൂൻ. ആയത്തിന്റെ അർത്ഥം, ആകയാൽ പ്രവാചകരെ വഴിയെ താങ്കൾ കണ്ടറിയുന്നതാണ്, അവരും കണ്ടറിയുന്നതാണ്. ഫസതുബ്സിറു, ആകയാൽ പ്രവാചകരെ താങ്കൾ കണ്ടറിയുന്നതാണ്. വയുബ്സിറൂൻ, അവരും കണ്ടറിയുന്നതാണ്. 6-ാമത്തെ വചനം, ബിഅയ്യികുമുൽ മഫ്തൂൻ. എന്താണ് കണ്ടറിയുന്നത്? നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിൽ അകപ്പെട്ടവനെന്ന് നിങ്ങൾ കണ്ടറിയുന്നതായിരിക്കും എന്നാണ്. ബിഅയ്യികും, നിങ്ങളിൽ ആരാണ്, അൽ മഫ്തൂൻ, കുഴപ്പത്തിൽ അകപ്പെട്ടവൻ. അപ്പോ നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിൽ അകപ്പെട്ടവന് എന്ന കാര്യം പ്രവാചകരെ നിങ്ങളും കണ്ടറിയുന്നതായിരിക്കും, അതേപോലെ തന്നെ അവരും കണ്ടറിയുന്നതായിരിക്കും എന്നാണ്. അഥവാ അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, ഫസതഅലമു യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ താങ്കൾ അറിയുന്നതാണ്, വസയഅലമു മുഖാലിഫൂക വമുകദ്ദിബൂക, താങ്കളെ കളവാക്കുകയും താങ്കൾക്ക് വിപരീതമായി നിൽക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അവരും കണ്ടറിയുന്നതായിരിക്കും. എന്താണ് വിഷയം? മനിൽ മഫ്തൂൻ, ആരാണ് കുഴപ്പത്തിൽ അകപ്പെട്ടത് എന്നും, അദ്ദാല്ലു മിൻക വമിൻഹും, നിങ്ങളിലും അവരിലുമായിക്കൊണ്ട് പിഴച്ചു പോയത് ആരാണ് എന്ന കാര്യവും അവരും നിങ്ങളും പിന്നീട് കണ്ടറിയുന്നതായിരിക്കും എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ 26-ാമത്തെ വചനത്തിലും കാണാം, സയഅലമൂന ഗദൻ മനിൽ കദ്ദാബുൽ അശ്ർ, എന്നാൽ നാളെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ് ആരാണ് അഹങ്കാരിയായ വ്യാജവാദിയായിരുന്നത് എന്ന കാര്യം അവർ കണ്ടറിയുന്നതായിരിക്കും എന്നാണ്. അതേപോലെ തന്നെ സൂറത്തു സബയിലെ 24-ാമത്തെ വചനത്തിലും കാണാം, വ ഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ദലാലിൻ മുബീൻ, തീർച്ചയായും ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകുന്നു, അല്ലെങ്കിൽ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. ആരെങ്കിലും ഒരു കൂട്ടർ സന്മാർഗത്തിലായിരിക്കും, മറ്റു കൂട്ടർ ദുർമാർഗത്തിലായിരിക്കും. അതല്ലെങ്കിൽ ഈ വിഭാഗം ദുർമാർഗത്തിലും മറ്റേ വിഭാഗം സന്മാർഗത്തിലുമായിരിക്കും. എങ്ങനെയാണെങ്കിലും അതെല്ലാം തന്നെ പരലോകത്ത് അത് വ്യക്തമാകുന്നതായിരിക്കും, ബോധ്യപ്പെടുന്നതായിരിക്കും എന്നാണ്. അൽ മഫ്തൂൻ എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് തൊട്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ആക്ഷേപിച്ചിരുന്ന അൽ മജ്നൂൻ അഥവാ ജിന്ന് ബാധിച്ചവൻ, ഭ്രാന്തൻ എന്നുള്ള ആ ആക്ഷേപത്തിന് മറുപടിയായിക്കൊണ്ടാണ് അൽ മഫ്തൂൻ എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അൽ മജ്നൂൻ അല്ലദീ ഫതനഹു ശൈത്വാൻ, അഥവാ പിശാച് കുഴപ്പത്തിലാക്കിയ ഭ്രാന്തൻ അതാരാണ് എന്ന കാര്യം, അല്ലെങ്കിൽ ജിന്ന് ബാധിച്ചവൻ അതാരാണ് എന്ന കാര്യം അത് ആ ദിവസം ബോധ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഫിത്നയിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ നരകാഗ്നിയിൽ വെന്തുരുകുന്നതായിരിക്കും എന്നാണ്. സൂറത്തു ദാരിയാത്തിലെ 13-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യൗമഹും അലന്നാരി യുഫ്തനൂൻ, അന്നേ ദിവസം അലന്നാർ, നരകത്തിയിൽ അവർ യുഫ്തനൂൻ, അവർ കടന്നെറിയുന്നതായിരിക്കും, അഥവാ യുഅദ്ദബൂൻ, അവർ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും എന്നാണ്. അഥവാ വ്യത്യസ്തങ്ങളായ ആക്ഷേപവാക്യങ്ങൾ കൊണ്ട് മുഹമ്മദുൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു നാൾ തങ്ങളുടെ ആക്ഷേപങ്ങളെല്ലാം അതൊക്കെ വെറും വാക്കുകളായി പോയെന്നും തങ്ങളായിരുന്നു വഴികേടിലെന്നും തിരിച്ചറിയുന്നത് മൂലം മൗനികളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്നതായിരിക്കും. മുഹമ്മദ് നബി വഴികേടിലാണെന്നും മുസ്ലിങ്ങൾ പരാജയത്തിലാണെന്നും അവരുടെ പിന്നാലെ നടന്ന് പാടി പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചും ആക്ഷേപിച്ചും കൊണ്ട് ആസ്വാദനം കണ്ടെത്തിയിരുന്നവർ തങ്ങളായിരുന്നു വഴികേടിലെന്ന യാഥാർത്ഥ്യം ആ നിമിഷങ്ങളിൽ അവർ തിരിച്ചറിയുന്നതായിരിക്കും. അള്ളാഹ്ക്കറിയാം ആരാണ് സന്മാർഗത്തിലെന്നും ആരാണ് വഴികേടിലെന്നുമുള്ള കാര്യം. അതിനനുസരിച്ചായിരിക്കും പരലോകത്ത് രക്ഷാശിക്ഷകൾ നിശ്ചയിക്കപ്പെടുന്നത്. അതാണ് ഒരു താക്കീത് എന്നോണം അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കനപ്പിച്ചു പറയുന്നത്. 7-ാമത്തെ വചനം, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലിഹി,
വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ആയത്തിന്റെ അർത്ഥം, തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗം വിട്ടുപോയവരെ കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാകുന്നു, സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ല രീതിയിൽ അറിയുന്നവനാകുന്നു എന്നാണ്. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവ അഅ്ലമു, അവൻ നന്നായി അറിയുന്നവനാണ്, ബിമൻ വല്ല, ആരെക്കുറിച്ച്, വഴിപിഴച്ചു പോയവനെ കുറിച്ച്, അൻ സബീലിഹി, തന്റെ മാർഗത്തിൽ നിന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്നും പിഴച്ചുപോയ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവൻ തന്നെയാണ്. വഹുവ അഅ്ലമു, അവൻ അറിയുന്നവനുമാണ്, ബിൽ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരെ കുറിച്ച്, അഥവാ നല്ല മാർഗത്തിലേക്ക് പ്രവേശിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായ ആളുകളെ കുറിച്ച്, അങ്ങനെ ദുർമാർഗം വെടിഞ്ഞ് സന്മാർഗത്തിലേക്ക് പ്രാപിച്ചവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നന്നായി അറിയുന്നവൻ തന്നെയാണ് എന്നാണ്. ഹുവ യഅലമു തആല അയ്യൽ ഫരീഖൈനി മിൻകും വമിൻഹും, നിങ്ങളിൽപ്പെട്ടവരാണോ അവരിൽപ്പെട്ടവരാണോ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹുവൽ മുഹ്തദി, സന്മാർഗം സിദ്ധിച്ചവനായിട്ടുള്ളത് എന്ന കാര്യം അള്ളാഹ്ക്ക് അറിവുള്ളവനാണ്, അല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്. വയഅലമുൽ ഹിസ്ബൽ ളാല അനിൽ ഹഖ്, അതേപോലെ തന്നെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ആരാണ് എന്ന കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാകുന്നു എന്നാണ്. അതിനാൽ തന്നെ വഴികേടുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കി തരുമ്പോഴും സന്മാർഗത്തിലേക്കുള്ള പാത അത് മുന്നിൽ കാണിച്ചു തരുമ്പോഴും വഴികേടുകളിൽ നിന്ന് മാറി നിന്ന് സന്മാർഗത്തിലേക്ക് പ്രവേശിക്കാതെ അഹങ്കാരിയും ധിക്കാരിയുമായി കഴിഞ്ഞുകൂടുന്ന ഏതൊരാളെയും അനുസരിക്കേണ്ടതില്ല എന്നും പ്രവാചകരോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ് 8-ാമത്തെ വചനത്തിൽ. നോക്കാം, ഫലാ തുത്ഇൽ മുകദ്ദിബീൻ, അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ സത്യനിഷേധികളെ ഒരിക്കലും തന്നെ അനുസരിച്ചു പോകരുത് എന്നാണ്. ഫലാ തുത്യ, താങ്കൾ അനുസരിക്കരുത്, അൽ മുകദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾ, സത്യനിഷേധികളായുള്ള ആളുകൾ, അവരെ താങ്കൾ ഒരിക്കലും തന്നെ അനുസരിച്ചു പോകരുത് എന്ന. 9-ാമത്തെ വചനം, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, താങ്കൾ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വദ്ദു, അവർ ആഗ്രഹിക്കുന്നു, ലൗ തുദ്ഹിനു, താങ്കളൊന്ന് മയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ, താങ്കളൊന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, ഫയുദ്ഹിനൂൻ, അവരും ഒന്ന് മയപ്പെടുത്തി തരുമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊന്ന് വഴങ്ങിത്തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുകയാണ്. ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, മാനുഷികപരമായുള്ള പരിഗണനകൾക്കപ്പുറം വിശ്വാസ ആചാരകാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ താങ്കൾ അവർക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുക്കേണ്ടതില്ല, താങ്കൾ അവർക്ക് വേണ്ടി കച്ചകെട്ടി മാറി നിൽക്കേണ്ടതും ഇല്ല എന്ന നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർക്ക് നൽകുന്നത്. ഒരുപക്ഷെ താങ്കൾ ഈ വിഷയത്തിൽ ഒന്ന് മയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അവരും താങ്കൾക്ക് വേണ്ടി മയപ്പെടുത്തി തന്നേക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ മതത്തിന്റെയും ആരാധനയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ വിഷയങ്ങളിൽ അങ്ങനെ ഒരു കീഴ്വണക്കം അതൊരിക്കലും വിശ്വാസികൾക്ക് പാടില്ല, വിശ്വാസികൾക്ക് അനുവാദമില്ല എന്ന നിർദ്ദേശമാണ് പ്രവാചകരോട് ശക്തമായ ഭാഷയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. ആകാം മാനുഷികപരമായുള്ള കാര്യങ്ങളിലോ ഭൗതികപരമായ വിഷയങ്ങളിലോ ഒക്കെ അമുസ്ലിങ്ങളോടും സത്യനിഷേധികളോടും ഒക്കെ ഇടകലരാം, അവരോടൊരു മയപ്പെടുത്തലൊക്കെ നടത്താം, അവരോട് കൂടെ കൂടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് കോട്ടം തട്ടുന്ന രീതിയിലോ വിശ്വാസകാര്യങ്ങളിൽ വൈകല്യം സംഭവിക്കുന്ന വിധത്തിലോ നിർബന്ധമാക്കപ്പെട്ട ആരാധനകളിൽ വീഴ്ച വരുന്ന രൂപത്തിലോ കുഫ്റും ഷിർക്കും പോലെയുള്ള മറ്റ് അനാചാരങ്ങളും നിഷിദ്ധങ്ങളും ജീവിതത്തിൽ കലർന്നു വരാൻ കാരണമാകുന്ന തരത്തിലോ യാതൊരു പ്രവർത്തിക്കും ഒരാളെയും നാം പരിഗണിക്കേണ്ടതില്ല എന്നാണ്. അതിന് ഒരാളുടെയും ഒത്താശക്കായി നാം കോലം കെട്ടേണ്ടതും ഇല്ല എന്നാണ്. ഒരുപക്ഷെ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ ആരാധ്യരെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ, അതുമല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്ന് തൊട്ട് തലോടിയാൽ അവരുടെ ഇഷ്ടവും അവരുടെ കൂട്ടാളികളുടെ തൃപ്തിയുമെല്ലാം നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ സ്വന്തം ആദർശത്തെയും സ്വന്തം നിലപാടിനെയും പണയം വെച്ചുകൊണ്ടുള്ള ഈ പ്രവൃത്തി അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുവാനും പരലോകമോക്ഷം നഷ്ടപ്പെടുവാനും കാരണമാകുമെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ തങ്ങളുടെ ആരാധ്യരെ കുറിച്ച് നല്ലത് പറയുവാനും
അവരെ പുകഴ്ത്തുവാനുമെല്ലാം പ്രവാചകരോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അവരെ ഒരിക്കലും പ്രവാചകരെ താങ്കൾ അനുസരിച്ചു പോകരുത് എന്ന ശക്തമായ താക്കീതാണ് ഈ 8-9 വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. ഫലാ തുതിഉൽ മുകദ്ദിബീൻ, അഥവാ പ്രവാചകരെ താങ്കൾ അവരെ അനുസരിച്ചു പോകരുത് എന്നാണ്. ദാവിം അലാ മുഖാലഫത്തിൽ കുഫാരിൽ മുകദ്ദിബീന ലിരിസാലതിക്, അഥവാ താങ്കളുടെ പ്രവാചകത്വത്തെ കളവാക്കുകയും അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്യുന്ന കുഫാറുകളായുള്ള ആളുകൾ, അവരെ താങ്കൾ ഒരിക്കലും അനുസരിച്ചു പോകരുത്. അവരോട് താങ്കൾ അനുസരണക്കേടാണ് കാണിക്കേണ്ടത്. ആ വിഷയത്തിൽ പ്രവാചകരെ താങ്കൾ കണിശത പുലർത്തുകയും വേണമെന്നാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, അവരുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ താങ്കൾ അനുസരിക്കരുത്, അവരിൽ നിന്നും വിട്ടുനിൽക്കണം, ആദർശപരമായി അവരോട് യോജിച്ചു നിൽക്കാൻ പാടില്ല എന്ന ശക്തമായ രീതിയിലുള്ള അള്ളാഹുവിൽ നിന്നുള്ള നിരോധനയാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാണ്. കാരണം എന്താണെന്നാൽ അവർ ക്ഷണിക്കുന്നത് സ്വച്ഛമായ തൗഹീദിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മുൻകാലക്കാർ ചെയ്തു കൂട്ടിയ ആ ശിർക്കൻ പ്രവർത്തികളിലേക്കാണ് അവർ താങ്കളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫനഹാഹു അല്ലാഹു അൻ തഅതിഹിം, അവരെ അനുസരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് ഏർപ്പെടുത്തിയത്. ഔ മുജാമലതിഹിം ഫി ശൈഇൻ മിനൽ അഖീദ, അഖീദപരമായുള്ള ആദർശപരമായുള്ള വിശ്വാസപരമായുള്ള കാര്യങ്ങളിൽ അവരോട് ഇടകലരുന്നതിനെയും അള്ളാഹു എതിർത്തത് അതുകൊണ്ടാണ്. ബിഖസ്ദി തർഗീബിഹിം ഫിൽ ഇസ്ലാം, ഒരുപക്ഷെ ഒന്ന് മയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദർശപരമായുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒരു ചെറിയൊരു ഇളവ് വരുത്തിരുന്നെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോലും കാരണമായേക്കാം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും, അത് മുന്നിൽ കണ്ടിട്ടാണെങ്കിൽ പോലും ആദർശത്തിൽ വിള്ളൽ വരുത്തുവാൻ താങ്കൾ മെനക്കെടാൻ പാടില്ല എന്ന് ശക്തമായ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നത്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നതായിക്കൊണ്ട് കാണാം, ഇന്നൽ മുശ്രിക്കീന അറാദു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കീങ്ങളായിരുന്ന മക്കയിലെ മുശ്രിക്കുകളായിരുന്ന ഈ വിഭാഗം ആളുകൾ, അവർ പ്രവാചകരിൽ നിന്ന് ഉദ്ദേശിച്ചിരുന്നത് അയ്യഅബുദല്ലാഹ മുദ്ദതൻ വ ആലിഹതഹും മുദ്ദതൻ, അവർ പ്രവാചകരോട് വന്ന് പറഞ്ഞിരുന്നത് താങ്കൾ കുറച്ചു കാലം അള്ളാഹുവിനെ ആരാധിച്ചോളൂ, അതേപോലെ തന്നെ കുറച്ചു കാലം പിന്നെ ഞങ്ങളുടെ ആരാധ്യന്മാരെയും താങ്കൾ ആരാധിക്കൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വഹും യഅബുദൂനല്ലാഹ മുദ്ദതൻ, അവരും അതുപോലെ ചെയ്യാം, കുറച്ചു കാലം അള്ളാഹുവിനെ ആരാധിക്കാം. വ ആലിഹതഹും മുദ്ദതൻ, പിന്നെ കുറച്ചു കാലം അവർ അവരുടെ ആരാധ്യന്മാരെയും ആരാധിക്കാം. അങ്ങനെ പരസ്പരം ഒരു ധാരണയിൽ പോകാം എന്ന രീതിയിലായിരുന്നു അവർ മുഹമ്മദ് നബിയുടെ അരികിൽ വന്നിട്ട് സംസാരിച്ചിരുന്നത് എന്നാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത്, ഫലാ തുതിഉൽ മുകദ്ദിബീൻ, താങ്കൾ പ്രവാചകരെ, ഈ കളവാക്കുന്ന ആളുകളെ, അഥവാ താങ്കളുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന ഈ വിഭാഗം ആളുകളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഈ ആളുകളെ അതൊരിക്കലും താങ്കൾ അനുസരിച്ചു പോകരുത് എന്ന നിർദ്ദേശം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാഗ്രഹിച്ചു, വദ്ദു ലൗ തുദ്ഹിനു, താങ്കളൊന്ന് മയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ, താങ്കളൊന്ന് കീഴ്വണക്കം നടത്തിയിരുന്നെങ്കിൽ, ഫയുദ്ഹിനൂൻ, അവരും മയപ്പെടുത്തി തരുമായിരുന്നു, അല്ലെങ്കിൽ അവർക്കും മയപ്പെടുത്തി തരാമായിരുന്നു എന്നവർ ആഗ്രഹിച്ചു എന്നാണ്. അഥവാ തമന്നൗ, അവർ കൊതിക്കുകയാണ്, ലൗ തലീനു ലഹും, താങ്കളൊന്ന് അവരിലേക്ക് ചാഞ്ഞു നിന്നിരുന്നെങ്കിൽ, ഫയലീനൂന ലക, അവർക്കും താങ്കളിലേക്ക് ചാഞ്ഞു നിൽക്കാമായിരുന്നു, ബിഅൻ തർകന ഇലാ ആലിഹതിഹിം, അവരുടെ ആരാധ്യന്മാരെ താങ്കളൊന്ന് പരിഗണിച്ചുകൊണ്ട്, വതഖരീബൻ, അവരോടൊരു സാമീപ്യം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്കും അങ്ങനെ ചെയ്യാമായിരുന്നു, വതതറക മാ അൻത അലൈഹി മിനൽ ഹഖ്, അത് മുഖേന താങ്കൾ ഏത് സത്യത്തിലാണോ ഉള്ളത് ആ സത്യത്തിൽ നിന്നും താങ്കളെ വഴിപിഴപ്പിക്കുകയും ചെയ്യാമായിരുന്നു എന്നവർ കൊതിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി താങ്കൾ ഒരിക്കലും തന്നെ അവരെ അനുസരിച്ചു പോകരുത്. അവർ ഇസ്ലാമിലേക്ക് വരും എന്ന ആഗ്രഹത്താൽ പോലും താങ്കൾ അവരെ അനുസരിച്ചു പോകരുത് എന്നാണ്. അതിനാൽ തന്നെയാണ് മുശ്രിക്കുകളുമായുള്ള ഇത്തരം സന്ധികളിൽ ഏർപ്പെടുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി കൊണ്ട് എതിർക്കുകയും ചെയ്തത്. നഹാഹു അൻ മുമായലത്തിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുമായുള്ള ഇത്തരത്തിലുള്ള ഒരു ഒപ്പിക്കൽ അല്ലെങ്കിൽ അവരോട് ചാഞ്ഞു നിൽക്കൽ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി എതിർത്തു. ആ രീതിയിൽ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഒക്കെ വിഷയത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ പോകുക എന്നുള്ളത്
ഒരിക്കലും തന്നെ നടക്കുകയില്ല. ഫബയ്യന അല്ലാഹു തആല അന്ന മുമായലതഹും കുഫ്റുൻ. ഈ രീതിയിൽ ഈ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ കാര്യത്തിൽ അവരോട് ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുക എന്നത് അത് കുഫ്റാണ്, സത്യനിഷേധമാണ് എന്ന രീതിയിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. സൂറത്തുൽ ഇസ്രായിലും കാണാം, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. പ്രവാചകരെ, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അഥവാ താങ്കളുടെ ആദർശത്തിൽ താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, താങ്കൾ അവരിലേക്ക് അല്പമെങ്കിലും ചാഞ്ഞു പോയേക്കുമായിരുന്നു എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദർശത്തിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെടുത്തി നിർത്തി, ഉറപ്പിച്ചു നിർത്തി. അവരിലേക്ക് ചാഞ്ഞു പോകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്ന കാര്യം, സത്യനിഷേധികളെ ഈ വക വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്നാണ്. ഫലാ തുതഇൽ മുകദ്ദിബീന ഫീമാ ദഅൗക ഇലൈഹി മിൻ ദീനിഹിമുൽ ഖബീസ്. അവരുടെ വൃത്തികെട്ട ആദർശത്തിലേക്ക്, അവരുടെ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളിലേക്ക് താങ്കളെ അവർ നയിക്കുമ്പോൾ, നിങ്ങളെ അവർ ക്ഷണിക്കുമ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ അവരെ അനുസരിച്ചു പോകരുത്. അത് വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാലും ആദർശപരമായോ അനുഷ്ഠാനപരമായോ അവരുടെ ആദർശങ്ങൾക്ക് അനുമതി നൽകുവാനോ അവരുടെ അനുഷ്ഠാനങ്ങൾ നാം ചെയ്യുവാനോ അത്തരത്തിൽ വിശ്വാസ ആചാര മതപരമായുള്ള കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും അവരിലേക്ക് ചാഞ്ഞു നിൽക്കാൻ നമുക്ക് അനുവാദമില്ല എന്ന് ഈ ആയത്ത് അടച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശരിവെക്കുവാനോ അത് ചെയ്തുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും അവരുടെ ഇഷ്ടവും അവരുടെ തൃപ്തിയും നേടിയെടുക്കാനോ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കൊരിക്കലും തന്നെ കഴിയുകയില്ല. അത് ഇസ്ലാമിൽ ഒരിക്കലും തന്നെ അനുവാദമുള്ള കാര്യവുമല്ല എന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ മറ്റു മതങ്ങളിൽ ഇപ്രകാരം ഇതര മതങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ അവരുടെ അനുഷ്ഠാനങ്ങൾ വർത്തിക്കുന്നത് കൊണ്ടോ വിരോധമുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം പിൻപറ്റുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്രകാരം ചെയ്യുവാൻ, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരുടെ ഇതര മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുവാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരിക്കലും തന്നെ അനുവാദം നൽകുന്നില്ല. എന്നാൽ അതിനർത്ഥം മാനുഷികപരമായ കാര്യങ്ങളിലും ഭൗതികപരമായുള്ള വിഷയങ്ങളിലും അകൽച്ച പാലിക്കണമെന്നും മറ്റു മതസ്ഥരെ ഒരിക്കലും തന്നെ പരിഗണിക്കരുത് എന്നും സഹായങ്ങളും സഹകരണങ്ങളും അവരിലേക്ക് ഒരിക്കലും തന്നെ തിരിച്ചു വിടരുത് എന്നും പറഞ്ഞു വെക്കാൻ ഒരിക്കലും തന്നെ ഈ വചനങ്ങൾ തെളിവാവുകയില്ല. ആ രീതിയിൽ തീരുമാനിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയുകയുമില്ല. മറിച്ച് ഇപ്രകാരം മാനുഷികപരമായുള്ള കാര്യങ്ങളിലും ഭൗതികപരമായുള്ള വിഷയങ്ങളിലും അവരോട് ചേർന്ന് നിൽക്കാനും അതേപോലെ തന്നെ ഇതര മതങ്ങളെ ആദരിക്കുവാനും എല്ലാം ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മുടെ ആദർശത്തിന് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാടുകളിൽ തീർത്തും വൈകല്യത്തോടെ മറ്റുള്ളവരാൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും പ്രാമാണികപരമായുള്ള ആശയങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒരു വിശ്വാസി തയ്യാറാകേണ്ടതുണ്ട്. അതിനായി നമ്മുടെ പ്രമാണങ്ങളിലേക്ക് നാം മടങ്ങുക, ശരിയായ സ്രോതസ്സുകളിൽ നിന്നും ദീനിനെ പഠിച്ചെടുക്കുക. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പാരത്രികപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ ദീന് പഠിക്കാനും അതിന്റെ ആദർശങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.